നമസ്കാരം. പ്രധാന വാർത്തകൾ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. ഗണേഷ് കുമാറിനെതിരായ പരാതിയിൽ നടപടി. നിർദ്ദേശം നൽകി DGP. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മന്ത്രി ഗണേഷ് കുമാറിനെതിരായ പരാതിയിൽ ആവശ്യമായ നടപടിക്ക് നിർദ്ദേശം നൽകി DGP. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി നൽകിയ പരാതിയിലാണ് നടപടി. റിപ്പോർട്ടിലെ 136 പേജിലെ ആൻമ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ മന്ത്രിയെക്കുറിച്ച് പരാമർശമുണ്ടെന്നും അന്വേഷണം വേണമെന്നുമാണ് അബിൻ വർക്കി പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ആവശ്യമായ നടപടിക്ക് DGP ശുപാർശ നൽകിയിരിക്കുന്നത്. സുഹൃത്തുക്കൾക്കൊപ്പം ഗോവയിലെത്തി. കടലിൽ കുളിക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ടു. മലയാളി യുവാവിന് ദാരുണാന്ത്യം. പള്ളുരുത്തി സ്വദേശി അഫ്താഫാണ് മരിച്ചത്. സുഹൃത്തുക്കൾ അടങ്ങുന്ന 7 അംഗ സംഘമാണ് ഗോവയിൽ പോയത്. സുഹൃത്തുക്കളുമായി കടലിൽ കുളിക്കുന്നതിനിടയിലാണ് 3 പേർ തിരയിൽപ്പെട്ടത്. മൂവരെയും കരയ്ക്ക് എത്തിച്ചെങ്കിലും അഫ്താഫ് മരിച്ചിരുന്നു. അഫ്താഫിന്റെ ബന്ധുക്കൾ ഗോവയിലേക്ക് തിരിച്ചിട്ടുണ്ട്. മൃതദേഹം ഗോവയിലെ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയ യാത്രക്കാരിയുടെ ദേഹത്തിലൂടെ അതേ ബസ് കയറി ഇറങ്ങി. ദാരുണാന്ത്യം. കോതമംഗലം നേര്യമംഗലം ബസ് സ്റ്റാൻഡിൽ ബസ് കയറി യാത്രക്കാരിക്ക് ദാരുണാന്ത്യം. മാമലക്കണ്ടം സ്വദേശിനി പാക്കാട്ട് കൗസല്യ തങ്കപ്പൻ ആണ് മരിച്ചത്. ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങി മുന്നോട്ട് നീങ്ങുമ്പോൾ അതേ ബസ് തന്നെ കൗസല്യയെ ഇടിച്ചിടുകയായിരുന്നു. ഉടനെ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബത്തിന് വിട്ടു നൽകും. മരണ വീട്ടിൽ മാസ്ക് ധരിച്ചെത്തി. മുറിയിൽ കട്ടിലിനടിയിൽ സൂക്ഷിച്ച സ്വർണവും പണവും മോഷ്ടിച്ചു. 29കാരി പിടിയിൽ. എറണാകുളം പെരുമ്പാവൂരിൽ മരണ വീട്ടിൽ നിന്ന് സ്വർണവും പണവും മോഷ്ടിച്ച യുവതി അറസ്റ്റിൽ. സ്വർണവും പണവും ഉൾപ്പെടെ 3 ലക്ഷത്തിലേറെ രൂപയുടെ മുതലാണ് യുവതി മരണ വീട്ടിൽ നിന്ന് കവർന്നത്. കൊല്ലം പള്ളിത്തോട്ടം ഡോൺ ബോസ്കോ നഗർ സ്വദേശിനി റിൻസിയാണ് പിടിയിലായത്. ഈ മാസം 19-ാം തീയതി പെരുമ്പാവൂർ ഒക്കലിലെ മരണ വീട്ടിലായിരുന്നു മോഷണം. ഈസ്റ്റ് ഓക്കൽ കൂനത്താൻ വീട്ടിൽ പൗലോസിന്റെ മാതാവിന്റെ മരണാനന്തര ചടങ്ങുകൾക്കിടയിലാണ് സംഭവം നടന്നത്. പൗലോസിന്റെ സഹോദര ഭാര്യ ലിസ കട്ടിലിന് അടിയിൽ സൂക്ഷിച്ചിരുന്ന ബാഗിൽ നിന്നാണ് യുവതി സ്വർണവും പണവും കവർന്നത്. 45 ഗ്രാം സ്വർണ്ണാഭരണവും 90 കുവൈറ്റ് ദിനാറുമാണ് യുവതി കവർന്നത്. മൃതദേഹം സംസ്കാരത്തിനായി കൊണ്ടുപോകുന്ന സമയത്തായിരുന്നു മോഷണം നടന്നത്. മുഖത്ത് മാസ്ക് ധരിച്ചാണ് യുവതി മരണ വീട്ടിലെത്തിയത്. മരണ വീട്ടിലുള്ളവരുമായി യുവതിക്ക് ബന്ധമൊന്നുമില്ലെന്ന് പോലീസ് പറഞ്ഞു. കുടുംബവുമായി നേരിയ പരിചയം മാത്രമാണ് ഇവർക്കുള്ളതെന്നും പെരുമ്പാവൂർ പോലീസ് പറഞ്ഞു. ബ്രേക്ക് ഇട്ട് സ്വർണ്ണവില. താല്പര്യമുള്ളവർക്ക് ഇതാണ് അവസരം. സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു. 2 ആഴ്ചക്കിടെ 2900 രൂപ വർദ്ധിച്ച ശേഷമാണ് ഇന്ന് സ്വർണ്ണവില താഴുന്നത്. 1 പവൻ സ്വർണത്തിന് 240 രൂപ കുറഞ്ഞ് 53,440 രൂപയായി. ഗ്രാമിന് 30 രൂപയാണ് കുറഞ്ഞത്. 6,680 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. ഇന്നത്തെ 400 രൂപ വർദ്ധിച്ചതോടെയാണ് സ്വർണ്ണവില ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ എത്തിയത്.